ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സഫ്നാസ് വേൾഡ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഇന്നൊരു KFC പ്രിപ്പയർ ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ട് നമ്മുടെ സാധാ ചിക്കന് ഫ്രൈ ചെയ്യുന്ന പോലത്തെ മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാല എനിക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ട എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. മിക്സിയിലിട്ടിട്ടൊന്നും ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുണ്ട്. ഒന്നല്ല, കുറച്ച് പൗഡേഴ്സ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടീസ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമുക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. പലരും പല മോഡലാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. അത് 4 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസൊക്കെ ഒന്നും കൂടെ കൂട്ടി കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടരുതൊരിക്കലും, കുറച്ച്. ഇനി നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കന് ഒന്ന് മുട്ടയിലെടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ച് നേരത്തെ പൗഡേഴ്സ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് മുട്ടയിലിട്ടിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ പൗഡേഴ്സിലിട്ടിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാതും നമ്മളങ്ങനെ ആക്കിയെടുക്കാം. ഞാനങ്ങനെ എല്ലാതും ചെയ്യുന്നതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ എത്രയും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കുഴിയുള്ള ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് നമ്മുടെ KFC ചിക്കന് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് മുങ്ങുന്ന രീതിയിൽ വേണം നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ അതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ ഉള്ളിൽ നമ്മൾ സാധാ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർക്കും KFCയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇഷ്ടപ്പെടാറില്ല. കാരണം ഉള്ളിലോട്ടൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ KFC റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.